ഇന്ത്യ എപ്പോഴും പറയാറുള്ളത് നമുക്ക് ഈ ചേരിചേരാ നയമുണ്ട് യുദ്ധങ്ങളിൽ. ഈ ശാക്തിക ചേരിതിരിവിൽ നമ്മൾ ചേരാ നയം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. യുദ്ധങ്ങളിൽ ചേരിചേരാ നയം നടപ്പാക്കാം, ആ കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ വംശഹത്യയിൽ ചേരിചേരാ നയം കൊണ്ടിരിക്കുന്നത് ശരിയായ രീതിയല്ല. കാരണം ഇപ്പോൾ ഇന്ത്യ ഈ വിഷയത്തിൽ ആദ്യന്തം സ്വീകരിച്ച നടപടികൾ പരിശോധിച്ചാൽ ഇപ്പുറത്ത് ഹമാസിൻ്റെ ആക്രമണത്തിൽ ഇസ്രയേലിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അപ്പുറത്ത് ഈ ആക്രമണത്തിന് ഇരയാകുന്ന ഗാസയിലുള്ള ആളുകൾക്ക് മറ്റ് ഭക്ഷ്യവസ്തുക്കളോ മറ്റ് മരുന്നുകളോ ഒക്കെ എത്തിച്ചു കൊടുക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്തുന്നു. പക്ഷേ നമ്മളുടെ ഒരു പ്രശ്നം ഇതൊരു ഒട്ടും ആനുപാതികമല്ല എന്ന് നമുക്ക് തോന്നുന്നത്. $10 ബില്യൺ ബിസിനസ് ഇസ്രയേലുമായി ചെയ്യുന്നു. അപ്പുറത്ത് $120 മില്യൺ മരുന്ന് ഗാസയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. അത് ഒരു ശരിയായ രീതിയായി വിലയിരുത്തില്ല. അതുമാത്രമല്ല, അത് ചേരാ നയത്തിൻ്റെ തത്വങ്ങളുടെ എല്ലാം ലംഘനവുമാണ്. കാരണം നമ്മൾ ചേർന്നിരിക്കുന്നു എന്ന് തന്നെ വേണമല്ലോ അപ്പോൾ മനസ്സിലാക്കാൻ. കാരണം ഈ സംഘർഷം ഇങ്ങനെ നടക്കുമ്പോൾ, ഈ വംശഹത്യ ഇങ്ങനെ തുടർച്ചയായി നടക്കുന്ന ഘട്ടത്തിൽ പോലും പ്രതിരോധ കരാറുകളിൽ ഇസ്രയേലുമായി ഏർപ്പെടാൻ തക്കവണ്ണമുള്ള ഒരു വിശാലത ഇന്ത്യ ഇസ്രയേലിനോട് കാണിക്കുന്നു എന്നത് സ്വാഭാവികമായും ഈ മാനവിക വിഷയങ്ങളിൽ ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഒരു പ്രതിസന്ധിയിൽ ഇന്ത്യ പോയി ചെന്ന് പെട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കത്തക്ക തരത്തിലുള്ള, അതായത് കാലങ്ങളായി സ്വീകരിച്ചു വന്ന സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രതിസന്ധിയിൽ ഈ രാജ്യം തന്നെ ചെന്ന് പെട്ടിട്ടുണ്ടോ ഈ വിഷയത്തിൽ എന്ന് സംശയിക്കാവുന്ന തരത്തിലാണ് നിലപാട്. എല്ലാം അത്ര സൂക്ഷ്മമായി ഈ ഹമാസിനെ പരാമർശിക്കാത്തത് കൊണ്ട് ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുക, അതല്ലെങ്കിൽ ഒരേ സമയം ഹമാസിനെ പരാമർശിക്കാത്തത് കൊണ്ട് വിട്ടു നിന്നിരിക്കുന്ന സന്ദർഭം പോലും ഐക്യരാഷ്ട്രസഭയിലുണ്ട്. അപ്പോൾ ആ രീതിയിൽ ആണോ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ ന്യായമായ സംശയം ആർക്കും ഉണ്ടാവും. മാത്രമല്ല, എന്താണ് പൊതുവെ സ്വീകരിച്ചിരിക്കുന്ന സമീപനം? ഇപ്പോൾ ഉത്തർപ്രദേശിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്കെതിരെ പ്രകടനം നടത്തിയതിന് കേസെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മഹാരാഷ്ട്രയിൽ പ്രകടനം നടത്തിയവർക്കെതിരെ കേസെടുക്കുകയാണ്. പലയിടത്തും സമ്മേളനത്തിന് അനുമതി വരെ നിഷേധിക്കുന്ന സ്ഥിതിയുണ്ടായി. ജമ്മു കാശ്മീരിൽ പ്രകടനങ്ങൾ പൂർണ്ണമായി നിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വിഷയത്തിലാണ് കേട്ടോ. അതുപോലെ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ബീഹാർ എന്നിവിടങ്ങളിൽ ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റ് വരെ നിരോധിച്ചു പ്രാദേശിക സർക്കാരുകൾ. ആ നിലയ്ക്കാണ് നടപടി സ്വീകരിക്കുക. അത്തരം സംഭവം സോഷ്യൽ മീഡിയ പോസ്റ്റിനെതിരെ പോലും നടപടി ഉണ്ടാവുക, അങ്ങനെയൊരവസ്ഥ. ഡൽഹിയിൽ ഈ വിഷയത്തിൽ സാമുദായിക സന്തുലനത്തെ ബാധിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക, ഇത്തരം പ്രകടനങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. അത് ഒരു ജനാധിപത്യ ഒന്നാമത് ചേരുന്നതല്ല, നമ്മുടെ മാനുഷിക മൂല്യങ്ങൾക്ക് നിരക്കുന്നതല്ല, ഇന്ത്യയുടെ പാരമ്പര്യത്തിന് നിരക്കുന്നതല്ല. അപ്പോൾ ആ കാര്യത്തിൽ രാജ്യം എന്ന നിലയിൽ നമ്മൾ സ്വീകരിച്ച നിലപാടുകളെ വിമർശന ബുദ്ധിയോടെ രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ ആളുകൾ കാണേണ്ടതുണ്ട്. ശക്തമായി സോണിയാഗാന്ധിയെ പോലെ ആ ശബ്ദം ഉയർത്തേണ്ടതുമുണ്ട്.